ജോവാൻ എന്ന പെൺകുട്ടിയുടെ ജോവാൻ കാത്തലിൻ എന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ഞെരുക്കങ്ങളും മാത്രം കൂടെയുണ്ടായിരുന്ന പെൺകുട്ടി വിഷ്വലൈസിംഗ് എന്ന ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കും അതോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തന മേഖലയും ഈ രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ജീവിതം തന്നെ ലോക പ്രശസ്തയാവുകയും ശതകോടീശ്വരിയാവുകയും അനേകം ആളുകളെ സഹായിക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയായി മാറുകയും ചെയ്ത ഒരു സംഭവം തന്നെയാണ് ഇന്ന് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും പവർഫുൾ ടെക്നിക്കായ ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും ഒന്നാം നമ്പർ ടെക്നിക്ക് എന്ന് തന്നെ പറയാവുന്ന വിഷ്വലൈസിംഗ് ഇന്നത്തെ കാലത്ത് ലോകത്ത് ഏതാണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ്. ഒരുപക്ഷെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും അറിയുന്നവർക്കും അതിൽ ജോവാൻ കാത്തലിൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് ആ ഒരു വലിയ നേട്ടം നേടിയതിന്റെ പിന്നിൽ അവരത് എങ്ങനെയാണ് ഉപയോഗിച്ചു പോകുന്നത് എന്നുള്ളതും സമന്വയിപ്പിച്ചുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ ഗുണകരമാകുമെന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നു. ഏതായാലും ജോവാൻ കാത്തലിൻ ചെറുപ്പം മുതൽ തന്നെ അതീവ ബുദ്ധിമുട്ടുകളിലും കഷ്ടപ്പാടുകളിലും വളർന്നു പോകുന്ന പെൺകുട്ടിയാണ്. വിവാഹത്തിന് ശേഷം അവരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വർദ്ധിച്ചതേയുള്ളൂ. കാരണം ഭർത്താവ് മദ്യപാനിയും എല്ലാ ദിവസവും ഇവരെ മർദ്ദിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ക്രൂരനായ ഒരു സാഡിസ്റ്റ് ആയിരുന്നു. ഒരു മകളും ഉണ്ടായതിനു ശേഷം മകൾക്കും കൂടെ ഉപദ്രവം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ ഈ സ്ത്രീക്കും ജോവാൻ കാത്തലിനും എന്നും മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. അങ്ങനെ ആ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാനായിട്ട് ഇവർ ആ നാട്ടിൽ നിന്ന് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് ഒളിച്ചോടുകയാണ്, ദൂര നാട്ടിലേക്ക് ഒളിച്ചോടുകയാണ്. ഏതായാലും ആ ഒളിച്ചോടുന്ന കാലഘട്ടത്തിന് മുൻപുമൊക്കെ ഇവർ എല്ലാ ദിവസവും വൈകുന്നേരം അത്യാവശ്യം വായനാശീലമുള്ള ഒരു പെൺകുട്ടി ആയിരുന്നതിനാൽ ഈ അമ്മ ജോവാൻ എല്ലാ ദിവസവും വൈകുന്നേരം കിടന്നുറങ്ങുന്നതിന് മുൻപ് ആ വിഷ്വലൈസിംഗ് എന്ന ടെക്നിക്ക് ചെയ്യുമായിരുന്നു. മറ്റൊന്നുമില്ല, സിമ്പിൾ ആണത്. ജസ്റ്റ് ഉറങ്ങുന്നതിന് മുൻപ് കണ്ണടച്ചിരുന്ന് ഇവർ ആഗ്രഹിച്ച ജീവിതം, ഇപ്പോൾ നടക്കുന്ന ജീവിതമല്ല, ഇവർ എന്ത് ജീവിതമാണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹിച്ച ജീവിതം നയിക്കുന്നതായി കണ്ണടച്ചിരുന്ന് ഇവർ സങ്കല്പിക്കുമായിരുന്നു. അതാണ് വിഷ്വലൈസിംഗ്. ഇത്രയുള്ള ടെക്നിക്ക്. അവർ വലിയൊരു കൊട്ടാര സമാനമായ വീട്ടിൽ അവർ മകളുമൊത്ത് ജീവിക്കുന്നതും നിരവധി ആളുകൾക്ക് സഹായം ചെയ്യുന്നതും ഇവർ ലോകപ്രശസ്തയായി തീരുന്നതും അങ്ങനെ ഒരുപാട് അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം അവരെല്ലാ ദിവസവും വൈകുന്നേരം എന്തെല്ലാം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും പീഡനം മീൻസ് ശാരീരിക മർദ്ദനവും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ദിവസങ്ങളിലും എല്ലാ ദിവസവും ഇവരിത് മുടങ്ങാതെ ചെയ്തു പോന്നിരുന്നു. എത്രയെല്ലാം ദീർഘകാലം അവർക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും ആ ഒരു ടെക്നിക്ക് വിട്ടുകളയാതെ അവരത് ചെയ്തു പോരുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവർ ഈ മർദ്ദനം സഹിക്കാൻ വയ്യാതെ മകൾക്കും കൂടെ ബുദ്ധിമുട്ടുകൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് മനസ്സിലാക്കി ജോവാൻ കാത്തലിൻ തന്റെ കുഞ്ഞിനെയും കൊണ്ട് ഒരു വിദൂര നാട്ടിലേക്ക് ഇവർ ഒളിച്ചോടി അവിടെ പോയി ഒരു വീട്ടുജോലിക്ക് ഒരുപക്ഷെ ഒരു വീട്ടിലാണോ പല വീടുകളിലാണോ എന്ന് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഏതായാലും അവർ വീട്ടുജോലികൾ ചെയ്തുകൊണ്ട് ഉപജീവനം ആരംഭിക്കുകയും ഈ വീട്ടുജോലികൾ ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ കുഞ്ഞിനെ ആ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഒന്നും മിച്ചം പിടിക്കാനില്ല. അപ്പൊ ഇവര് ഒന്ന് രണ്ട് കൊച്ചു ഇൻകം സോഴ്സുകൾ കണ്ടെത്തിയിരുന്നു. അതുകൂടിയാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ടെക്നിക്കുകൾ മാത്രം പോരാ, മനഃശക്തി ടെക്നിക്കുകൾ മാത്രം പോരാ, അതിനോടൊപ്പം ഒരു ആക്ഷനും കൂടെ ഉണ്ടാവണം. ആക്ഷൻ പ്ലസ് മൈൻഡ് ടെക്നിക്ക്. മനഃശക്തി കൊണ്ടാണ് ലക്ഷ്യങ്ങളെല്ലാം നേടാൻ കഴിയുന്നത് എന്ന് അറിയാം. പക്ഷെ മനഃശക്തി മാത്രം പോരാ, ആ ഒരു അധ്വാനം, ആ ഒരു എഫർട്ട്, ആ ഒരു ഭൗതികമായ എഫർട്ടും വേണം. ഭൗതികമായ എഫർട്ട് മാത്രം ശരിയായാൽ പോരാ, മനഃശക്തിയും റൈറ്റ് ആയിരിക്കണം. ഈ ലോകത്ത് മനുഷ്യനിർമ്മിതമായ എന്തും 2 പ്രാവശ്യം നിർമ്മിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ്. ആദ്യം ഒരാളുടെ ബ്രെയിനിലാണ്. അത് എന്ത് തന്നെ ആകട്ടെ, ഒരു കെട്ടിടമാകട്ടെ, ഒരു പുതിയ വിമാനമാകട്ടെ, എന്ത് തന്നെ ആകട്ടെ, ഒരു പിക്ചർ ആകട്ടെ, എന്ത് തന്നെ ആകട്ടെ, ആദ്യം ഒരാളുടെ ബ്രെയിനിലാണ്, മൈൻഡിലാണ് അത് നിർമ്മിക്കപ്പെടുന്നത്. രണ്ടാമതാണ് അത് മാനിഫെസ്റ്റ്, അത് സാക്ഷാത്കരിക്കപ്പെടുന്നത്. അങ്ങനെ ഇവരും ജോവാൻ കാത്തലിനും തന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി അവരുടെ ജോലികൾ, അവർക്കറിയുന്ന ജോലികളെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ ഈ വിഷ്വലൈസിംഗും നിത്യവും ചെയ്തു പോന്നിരുന്നു. വിഷ്വലൈസിംഗ് ചെയ്ത് ലക്ഷ്യങ്ങൾ നേടിയ അനേകം പ്രമുഖർ ലോകത്തുണ്ട്. അർണോൾഡ് ഷ്വാർസ്നെഗർ, ഓപ്ര വിൻഫ്രി, ബറാക് ഒബാമ തുടങ്ങി നിരവധി ആളുകളുണ്ട്. പക്ഷെ എനിക്ക് ജോവാൻ കാത്തലിന്റെ എനിക്ക് ഒരു വ്യക്തിപരമായ താല്പര്യം തോന്നിയ ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഇന്ന് അത് പറയാമെന്ന് കരുതുന്നത്. ഏതായാലും ജോവാൻ കാത്തലിൻ അതോടൊപ്പം തന്നെ ഇവർ വൈകുന്നേരങ്ങളിൽ ഇവരുടെ ജോലി കഴിഞ്ഞു വരുന്ന സമയങ്ങളിൽ ഇവരുടെ ആ വായനയിൽ നിന്നുള്ള പരന്ന അറിവ് കൊണ്ടും ഇവരുടെ ഇമാജിനേഷൻ, ഇവരുടെ ആ ഒരു ഭാവനാശേഷി കൊണ്ടും ഇവർ കഥകൾ എഴുതുമായിരുന്നു, കൊച്ചു കഥകൾ. അങ്ങനെ ഇവർ ഓരോ കൊച്ചു കഥയും പൂർത്തിയാക്കിയതിനു ശേഷം ഇവർക്ക് അറിയുന്ന എല്ലാ പബ്ലിഷേഴ്സിനും അയച്ചു കൊടുക്കുമായിരുന്നു. പലതും തിരികെ വരാറ് പോലുമില്ല. ആ പബ്ലിഷേഴ്സ് അത് ചവറ്റുകൊട്ടയിലിടും. ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്നെ ഈ സംഭവത്തിലേക്ക് ആകർഷിച്ചത്. അതിൽ ഒരു പബ്ലിഷർ എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹത്തിന്റെ ടേബിളിൽ ഇരുന്ന് ആ ഓരോ കഥകളും അയച്ചു കിട്ടുന്ന എല്ലാ സ്റ്റോറീസും വായിക്കും. അദ്ദേഹം ആവശ്യമുള്ളത് മാറ്റി വെക്കുകയും ആവശ്യമില്ലാത്തത് ചവറ്റുകൊട്ടയിൽ ഇടുകയും ചെയ്യും. ഇത് ഡ്രാഫ്റ്റിങ്ങിന് വേണ്ടി ആവശ്യമുള്ളത് മാറ്റി വെക്കുന്ന അദ്ദേഹം ഷെൽഫിലേക്ക് മാറ്റി വെക്കും. ആവശ്യമില്ലാത്തത് താഴെ ആ ചവറ്റുകൊട്ടയിലേക്ക്
ചവറ്റുകൊട്ടയിലേക്ക് ഇടും. ആ ചവറ്റുകൊട്ടയുടെ അടുത്ത് ഒരു ബീൻ ബാഗും ഇട്ടിട്ട് ഈ പബ്ലിഷറുടെ മകൾ പ്രീ KG വിദ്യാഭ്യാസം 4-5 വയസ്സുള്ള അദ്ദേഹത്തിന്റെ മകൾ അവിടെ ഇരുന്ന് ഈ ചവറ്റുകൊട്ടയിലേക്ക് വീഴുന്ന ആ കഥകളൊക്കെ നിവർത്തിയെടുത്ത് വായിക്കുകയും ഈ കുട്ടി ആ കഥകൾ വായിച്ചിങ്ങനെ രസിക്കുകയും ചെയ്യും. അപ്പൊ പിതാവിനും ഒരു കൂട്ടാണ്, പിതാവിനും അത് സന്തോഷമാണ്. ഈ പബ്ലിഷറായ പിതാവും അത് അനുവദിക്കുകയും ചെയ്തു പോന്നിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു കഥ ഈ കുട്ടി വായിക്കുകയും, പെൺകുട്ടിയാണ്, ഈ കുട്ടി വായിക്കുകയും ആ കഥ ഈ കുട്ടിയുടെ പിതാവിന്റെ കയ്യിലേക്ക്, ആ പബ്ലിഷറുടെ കയ്യിലേക്ക് ഇത് കൊടുത്തിട്ട് ഈ കഥ നിർബന്ധമായും പബ്ലിഷ് ചെയ്യണമെന്ന് ഈ കുട്ടി ചിണുങ്ങുകയുമാണ്. നിങ്ങൾക്കറിയാമല്ലോ, മിക്കവാറും പിതാക്കന്മാർ പെൺകുട്ടികളുടെ വാശിക്ക് മുൻപിലൊന്ന് വീണ് കൊടുക്കും. ഏതായാലും ആ കുട്ടിയോടുള്ള വാത്സല്യം കൊണ്ടും ഒരു കഥ പബ്ലിഷ് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലാത്തതുകൊണ്ടും ആ കഥ അദ്ദേഹം പബ്ലിഷ് ചെയ്തു. അത് ക്ലിക്കായി. ജോവാൻ എല്ലാ ദിവസവും വൈകുന്നേരം താൻ ലോക പ്രശസ്തയാകുന്നതും വലിയ കൊട്ടാര സമാനമായി വീട്ടിൽ താമസിക്കുന്നതും അനേകായിരം ആളുകളെ സഹായിക്കുന്നതും എല്ലാം എവരിഡേ നൈറ്റ് ഉറങ്ങുന്നതിന് മുൻപ് എല്ലാ ദിവസവും അവരത് സങ്കല്പിച്ചു പോന്നിരുന്നു. ജസ്റ്റ് കണ്ണടച്ച് അത് വിഷ്വലൈസ് ചെയ്തു പോന്നിരുന്നു. ഈ ഒരു കഥ ആ കൊച്ചുകുട്ടി എടുത്തു കൊടുത്തതിന് മൂലം അത് പബ്ലിഷായ ആ കഥ ക്ലിക്കാകുകയും പിന്നെ ജോവാന് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് ജോവാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള ലേഡി എഴുത്തുകാരിയാണ്. $2 ബില്യൺ, ഏതാണ്ട് 16,000 കോടി ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ ആസ്തിയുള്ള ലോകത്തിലെ ഏറ്റവും പ്രതിഫലം പറ്റുന്ന ഏറ്റവും ആസ്തിയുള്ള ലേഡി വുമൺ എഴുത്തുകാരിയാണ്. നിങ്ങൾക്ക് അവരുടെ മറ്റൊരു പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. JK റൗളിംഗ്, ജോവാൻ കാത്തലിൻ റൗളിംഗ് എന്ന JK റൗളിംഗിന്റെ കഥയാണ് ഈ പറഞ്ഞത്. ഏതായാലും ഒന്നുമില്ലായ്മയിൽ നിന്ന് കഷ്ടപ്പാടും ദുരിതങ്ങളും മാത്രം കൈമുതലായി ഉണ്ടായിരുന്ന JK റൗളിംഗിന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരിയായ എഴുത്തുകാരിയും അനേകായിരങ്ങളെ സഹായിക്കുന്ന മനുഷ്യസ്നേഹിയുമായി മാറാൻ കഴിയുമെങ്കിൽ വിഷ്വലൈസിംഗ് എന്ന ടെക്നിക്ക്, നിങ്ങൾ ഏത് മേഖലയിൽ വിരാജിക്കുന്ന വ്യക്തിയാകട്ടെ, അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 5 മിനിറ്റ് മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തായി തീരണമോ ആ ജീവിതം നയിക്കുന്നതായി, അത് തന്നെയാകട്ടെ, ഞാനിപ്പോൾ എന്നും വിശദീകരിച്ച് നീ സമയം കളയുന്നില്ല. അത് IAS ആകട്ടെ, സാധാരണ ജീവിതമാകട്ടെ, കൃഷിക്കാരനാകട്ടെ, വിദേശത്തിൽ വലിയ ജോബ് ആകട്ടെ, ബിസിനസ് ആകട്ടെ, എന്ത് തന്നെയാകട്ടെ, ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ജീവിതം നടപ്പാക്കുന്നതായി ജസ്റ്റ് ഒരു 5 മിനിറ്റ് കണ്ണടച്ചിരുന്ന് സങ്കല്പിക്കുക. ഒന്നുമില്ലാത്ത ജോവാന് ലോകപ്രശസ്തയായ JK റൗളിംഗ് ആയി മാറാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കും അത് കഴിയുക തന്നെ ചെയ്യും. JK റൗളിംഗിനെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഹാരി പോട്ടറിന്റെ രചയിതാവാണ് JK റൗളിംഗ്. ഏതായാലും എല്ലാവരും ഹാരി പോട്ടർ എഴുതാനൊന്നും പോകേണ്ട ആവശ്യമില്ല. അവരവർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ അല്ലെങ്കിൽ അവരവർക്ക് സാധ്യതയുള്ള മേഖലയിൽ അവരവരിപ്പോൾ ഏത് മേഖലയിലാണോ, ഏതാണോ നിങ്ങളുടെ മേഖല, ആ മേഖല തന്നെ മതിയാകും. നിങ്ങൾ ഏതായാലും ആ മേഖലയോ മാർഗമോ അല്ല, മാർഗം നിങ്ങൾ വിഷ്വലൈസിംഗ് എന്ന ടെക്നിക്കിൽ മാർഗമല്ല വിഷ്വലൈസ് ചെയ്യേണ്ടത്, സങ്കല്പിക്കേണ്ടത്. ആ ലക്ഷ്യങ്ങളെല്ലാം നിങ്ങളുടെ എന്ത് ലക്ഷ്യമാണോ ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥകളാണ്. അപ്പോൾ അതാണ് നമ്മുടെ മൈൻഡ്, നമ്മുടെ ബ്രെയിൻ മാനിഫെസ്റ്റ് ചെയ്യുക, സാക്ഷാത്കരിച്ച് നൽകുക. പ്രപഞ്ചവും നിങ്ങളുടെ ബ്രെയിനും അല്ലെങ്കിൽ എന്ത് തന്നെയാണോ അതെല്ലാം കൂടെ. ഏതായാലും ആ ടെക്നിക്ക് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ചെയ്തു നോക്കാവുന്നതെന്നുള്ളതല്ല, ഇത് ലോകത്ത് പ്രൂവൺ ആയിട്ടുള്ള, ലോകത്ത് അനേകാര്യങ്ങൾ, ലോകമെമ്പാടും അനേകാര്യങ്ങൾ ചെയ്യുന്ന ടെക്നിക്കാണ്. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്താനും ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു.